ഹായ്, ഞാൻ അദീബ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി C2 ആണ്. 2GB 32GB വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതാണ് റിയൽമി C2 വരുന്ന ബോക്സ്. ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് റിയൽമി C2 എന്ന ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഫോണിൻ്റെ IMEI മോഡലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ സാർ വാല്യൂ നൽകിയിട്ടുണ്ട്. ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻസും ഫോണിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും നൽകിയിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ പ്രൈസ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. 6999 രൂപയാണ് ബോക്സിൽ വരുന്ന പ്രൈസ്. ശരിക്കും അത്ര പ്രൈസ് ഇല്ല. പ്രൈസ് എത്രയെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് കട്ട് ചെയ്തിട്ട് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു ചെറിയ ബോക്സാണ് വരുന്നത്. ആ ചെറിയ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി കാർഡും പിന്നെ സിം ഇജക്ടർ പിന്നും വരുന്നത്. റിയൽമി ഈ ഫോണിൻ്റെ കൂടെ ഫോൺ കേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് നമ്മുടെ ഫോണാണ് വരുന്നത്. അപ്പം നമുക്ക് ആ ഫോൺ ഓൺ ചെയ്തിട്ട് മാറ്റി വെക്കാം. വേറെ എന്തൊക്കെ ബോക്സിലുണ്ടെന്ന് നോക്കാം. ഒരു 5 വോൾട്ട് 1 ആംപിയറിൻ്റെ ചാർജറാണ് വരുന്നത്. പിന്നെ ഒരു മൈക്രോ USB കേബിളും ഉണ്ട്. C ടൈപ്പ് കേബിളല്ല വരുന്നത്, നോർമൽ മൈക്രോ USB കേബിളാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്, മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫോണിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്പീക്കർ, മൈക്രോ USB പോർട്ട്, പ്രൈമറി മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടണും സിം ട്രേ കാർഡ് സ്ലോട്ടുമാണ് വരുന്നത്. ഡ്യുവൽ നാനോ സിം ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 256 GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഡ്യുവൽ വോൾട്ടി സപ്പോർട്ടും ഉണ്ട്. ഫോണിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് ഒന്നും തന്നെ നൽകിയിട്ടില്ല. പിന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 13MB + 2MBൻ്റെ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് നൽകിയിട്ടില്ല, പക്ഷേ ഫേസ് ലോക്ക് ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 89.35% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലാണ് വരുന്നത്. 4000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 166 ഗ്രാമാണ് വരുന്നത്. വിഡ്ത്ത് 73.8 mm, ഹൈറ്റ് 154.4 mm, ഡെപ്ത്ത് 8.4 mm ആണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന സെൻസേഴ്സ്: മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ഗ്രാവിറ്റി സെൻസർ, ആക്സിലറേഷൻ സെൻസർ, ഇവയൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ്. പിന്നെ ഇതിൽ OTG സപ്പോർട്ടും ഉണ്ട്. MediaTekൻ്റെ ഹീലിയോ P22 പ്രോസസ്സറാണ് വരുന്നത്. 12 നാനോമീറ്റർ ടെക്നോളജിയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 2.0 GHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ColorOS 6 ആണ് ഇതിൻ്റെ UA. Android 9 Pieലാണ് ഇത് റൺ ആവുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2GB 16GB വേരിയൻറ്റിന് 5999 രൂപയും 2GB 32GB വേരിയൻറ്റിന് 6999 രൂപയും 3GB 32GB വേരിയൻറ്റിന് 7999 രൂപയുമാണ് വരുന്നത്. ഓരോ വേരിയൻറ്റിനും 1000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. നിങ്ങൾ ഈ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2GB 16GB വേരിയൻറ്റ് എടുക്കുക. കാരണം ഇതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ആ പ്രൈസിന് റിയൽമി C2നേക്കാളും നല്ല ഫോണുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. 6000 രൂപയ്ക്ക് ഒരു തികച്ചൊരു നല്ല ഫോണാണ് റിയൽമി C2. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് റെഡ്മി 8 അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്.
പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.